നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പലതരം മാർഗങ്ങളിലൂടെ പ്രവാസികളെ കെണിയിൽ വീഴ്ത്താൻ സാധ്യതയുള്ളതിനാൽ മുന്നറിയിപ്പുമായി രംഗത്തിറങ്ങി ദുബായ് പോലീസ്. വേനലവധി ആഘോഷിക്കാനായി യാത്ര ചെയ്യുന്ന പ്രവാസികൾ ഒരു കാരണവശാലും ബോർഡിംഗ് പാസിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കരുത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ വരെ കണ്ടെത്താനുള്ള സൂചനകൾ ഇവയിൽ നിന്ന് ലഭിച്ചേക്കുമെന്നാണ് ദുബായ് പോലീസിലെ സൈബർ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം ഡയറക്ടർ കേണൽ സയ്യിദ് അൽ ഹജ്രി പറഞ്ഞത്. ഏതെങ്കിലും ഏജൻസിയുടെ നിയമപരമായ അല്ലെങ്കിൽ സാമ്പത്തികപരമായ ഇടപാടുകളിലേക്ക് അനുമതി ലഭിക്കാൻ ഈ വിവരങ്ങൾ മാത്രം മതിയാകും. നിങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരം ഇടപാടുകൾ തട്ടിപ്പ് നടത്താൻ എളുപ്പവഴി ഒരുക്കി കൊടുക്കും. നിരന്തരം ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നത് പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഈ ചിത്രങ്ങളിൽ നിന്ന് ഫേസ് ഐഡി ഉണ്ടാക്കാൻ സാധിക്കുന്ന ആപ്പുകൾ ലഭ്യമാണ്. അന്താരാഷ്ട്ര ഓൺലൈൻ കുറ്റവാളികൾ ഇത് ദുരുപയോഗം ചെയ്യാൻ ഇടയുണ്ട്. യാത്രയിൽ പേഴ്സ്, വാച്ച്, ആഭരണങ്ങൾ, പാസ്പോർട്ട് തുടങ്ങിയവ കൊള്ളയടിക്കപ്പെടാതെ ശ്രദ്ധിക്കുകയും വേണം. ദീർഘയാത്രയ്ക്കാണ് പോകുന്നത് എങ്കിൽ വിശ്വസ്തരായ അയൽക്കാരോട് വീട് ശ്രദ്ധിക്കാൻ പറയണം. ദുബായ് പോലീസിന്റെ ഭവന സുരക്ഷാ സംവിധാനം ഉപയോഗിക്കുന്നതും നല്ലതാണെന്നും അദ്ദേഹം പറയുന്നു. മിക്ക ഓഫറുകൾ കണ്ട് വിമാന ടിക്കറ്റുകൾ വാങ്ങുമ്പോൾ അത് ഔദ്യോഗിക ഏജൻസി ആണോ എന്ന് ഉറപ്പാക്കണമെന്നും കേണൽ സയ്യിദ് അൽ ഹജ്രി നിർദ്ദേശിച്ചു. ഇല്ലെങ്കിൽ നിയമപരമായ കുഴപ്പങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ വിമാന ടിക്കറ്റുകൾക്ക് വൻ ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ച് പരസ്യങ്ങൾ വരാറുണ്ട്. പക്ഷേ ഇവയൊന്നും ശരിക്കുള്ളത് ആകണമെന്നില്ല. അവർ ഒരുപക്ഷെ മോഷ്ടിച്ച ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഉപയോഗിച്ച് വാങ്ങിയ ടിക്കറ്റ് ആകും ഇത്. അതുപയോഗിച്ച് യാത്ര ചെയ്യുമ്പോൾ പിടിക്കപ്പെടാനും അന്വേഷണത്തിന്റെ പരിധിയിൽ വരാനും സാധ്യതയുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ചിത്രങ്ങളെല്ലാം യാത്ര കഴിഞ്ഞ് തിരികെ വന്ന ശേഷം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നതാണ് നല്ലതെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. പോലീസിന്റെ ഈ ക്രൈം സർവീസിൽ നിന്ന് സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള തട്ടിപ്പും ഹാക്കിംഗ് ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിദിനം 100-നും 200-നും ഇടയ്ക്ക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. പാസ്പോർട്ട്, തിരിച്ചറിയൽ കാർഡ്, ടിക്കറ്റ്, ബോർഡിംഗ് പാസ് എന്നിവയിൽ നിന്ന് വളരെയധികം വിവരങ്ങൾ തട്ടിപ്പുകാർക്ക് ലഭിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പിൽ പറയുന്നു. സൈബർ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് പരാതിപ്പെടാനുള്ള ദുബായ് പോലീസിന്റെ ഈ ക്രൈം പ്ലാറ്റ്ഫോമാണ് www.ecrime.ae. എന്നത്. പ്രവാസികൾക്ക് സൈബർ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഈ സൈറ്റിൽ പരാതിപ്പെടാവുന്നതാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.